ബാംഗ്ലൂരിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ടൂറിസം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബാംഗ്ലൂരിൽ ഇനി എന്താ ടൂറിസത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ളത്. ഇപ്പോൾ നോർത്ത് നിന്നും സൗത്ത് നിന്നും വെസ്റ്റ് നിന്നും ഈസ്റ്റ് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ അവർ ഈ ബാംഗ്ലൂരിന് അടുത്തായിട്ടുള്ള ടൂറിസം പ്ലേസസ് ഒക്കെ അവർ നോക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഇപ്പം ബാംഗ്ലൂർ ടു വയനാട് ഭയങ്കരമായിട്ട് ടൂറിസം നടക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം ഇപ്പോൾ ഐ ടിയിലുള്ള ഒരാളായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, സോ അവർക്കൊരു സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സിൽ ഒരു 2 days ട്രിപ്പ് അല്ലെങ്കിൽ 1 day ട്രിപ്പ്, ഫാമിലി ട്രിപ്പ്, കപ്പിൾസ് ആയിട്ടൊക്കെ കറങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് അവർ ഗ്രീനറി ആയിട്ട് കാണുന്ന വയനാടിനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വയനാട്ടിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. കാരണം അവർക്ക് നൈറ്റ് കയറി കഴിഞ്ഞാൽ രാവിലെ അവിടെ എത്തി ഫ്രഷായി റിസോർട്ടിലേക്ക് ഒന്ന് സ്റ്റേ ചെയ്തു, നന്നായിട്ട് ആ ഗ്രീനറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു തിരിച്ച് ബാംഗ്ലൂരിലേക്ക് മൺഡേ ഏർലി മോർണിംഗ് എത്തും. അതേപോലെ തന്നെ ഇപ്പോൾ ഹൈദരാബാദ് ആയിക്കോട്ടെ, ഗോവ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ആലപ്പുഴ ആയിക്കോട്ടെ, ദ സെയിം ടൈം ലക്ഷദ്വീപിലേക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ടും. കാരണം ബാംഗ്ലൂർ ടു ലക്ഷദ്വീപ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ടൂറിസം ഇപ്പം ബാംഗ്ലൂരിൽ നന്നായിട്ട് വളരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു ഏജൻ്റായിട്ട് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്കൊരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു റിസോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടൊരു പാക്കേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ അത് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടും. കാരണം ഇവിടെയുള്ള ആൾക്കാർ വീക്കെൻഡ്സിൽ അവർക്ക് ബാംഗ്ലൂരിൻ്റെ ഉള്ളിൽ തന്നെ പോയി മടുത്തിട്ട് മടിയായി തുടങ്ങിയിട്ട് അവർ പുറത്തേക്കാണ് നോക്കുന്നത്. കാരണം ഒരു ഡ്രൈവായിട്ട് പോകണോ, ഇനി അതിലൊന്ന് നൈറ്റിൽ ബസ് കയറിയിരുന്ന് കഴിഞ്ഞാൽ രാവിലെ ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഒരു 1 day മതി. ഈ രീതിയിൽ ബാംഗ്ലൂരിൽ ടൂറിസം വളരെയധികം വളരുന്നുണ്ട്. കാരണം ഇപ്പോൾ കൃഷ്ണഗിരി ഭാഗത്താണെങ്കിലും ഹൊസൂർ റോഡ് കഴിഞ്ഞിട്ട് ശേഷമാണെങ്കിലും നല്ല ഗ്രീനറിയുള്ള ഏരിയയിലൊക്കെ ഇപ്പം ടൂറിസം വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം ആൾക്കാർ കൂടുതൽ പോയിരുന്ന നന്ദിൽസ് ആയിരുന്നു. അപ്പോൾ നന്ദിൽസൊക്കെ പോകുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പുതിയ ആൾക്കാരെ പോകുന്നുള്ളൂ, ഓൾറെഡി പോയ ആൾക്കാർ വീണ്ടും പോകുന്നില്ല. അപ്പോൾ അവർ കൂടുതൽ പുതിയ ഏരിയ നോക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഈ ഒരു ഹൈവേ വന്നതിന് ശേഷം വയനാട്ടിലേക്കൊക്കെ പോകുന്നത് വളരെ ഈസി ആയതുകൊണ്ടും കുറേ ആൾക്കാരും വയനാട്ടിലേക്ക് റിസോർട്ടിലേക്കൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട്. കൂടുതലും ഇവിടെയുള്ള ഐ ടിയുള്ള ആൾക്കാരും പിന്നെ സെയിം ഇവിടെ ഇപ്പം നോർത്തിൽ നിന്നൊക്കെ വരുന്ന ഫാമിലീസാണ് കൂടുതൽ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ 2 ദിവസം ശരിക്കൊന്ന് കാമായിട്ട് അടിച്ചു പൊളിക്കാനുള്ള സ്പേസാണ് നോക്കുന്നത്. അവരൊരു പ്രൈസൊന്നും നോക്കുന്നില്ല, അവർ നല്ല പ്രൈസ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങളുടെ അറിവിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, നിങ്ങൾക്കൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പായിട്ട് ടൂറിസമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതിനൊന്ന് മാർക്കറ്റിംഗ് ചെയ്യണം, ഫോക്കസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബാംഗ്ലൂരിനും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടും. സോ എന്തായാലും ബാംഗ്ലൂരിൽ ട്രെൻഡിങ് ബിസിനസ്സൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. താങ്ക് യു.